Respected dear family members, my pranams to you. Swami Vivekanandande Sandesham, the messages from Swami Vivekananda. I will read in English and also explain in Malayalam and English. When, O Lord, shall man be bother to man? ഈശ്വര എന്നായിരിക്കാം മനുഷ്യനെക്കുറിച്ച് വേവലാതിപ്പെടാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നത്. Man learns as he lives. നിരന്തരം ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവൻ പഠിക്കുന്നു. And experience is the greatest teacher in the world. Experience is the greatest teacher in the world. ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അനുഭവങ്ങളുടെ അധ്യാപകൻ. For us is only submission, calm and perfect. ലോകത്തിന്റെ അറിവുകളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക, ശാന്തമായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അറിവ് ലഭിക്കാൻ. The soldier has no right to complain. ഒരു പട്ടാളക്കാരന് തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളും വേദനകളെയും കുറിച്ച് പരാതിപ്പെടാൻ അവകാശമില്ല. നേ മർമർ, ശപിക്കാനും പ്രാകാനും അല്ലെങ്കിൽ കുറ്റം പറയാനും ഒരു പട്ടാളക്കാരന് അവകാശമില്ല. If the general orders him into the cannon's mouth, പട്ടാള മേധാവി പീരങ്കിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരു പട്ടാളക്കാരനോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്കത് ചെയ്തേ മതിയാവും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം നിങ്ങൾ ചെയ്യുക. അത് പ്രപഞ്ച ഗുരുവിന്റെ നിർദ്ദേശമാണെന്ന രീതിയിൽ ചെയ്യുക. Whatever work you are undertaking or entrusted upon you, do it just like the commander of the war instructs you. You do not have the freedom to murmur, to criticize or to disobey. Always remember that we are but puppets in the Lord's hands. എന്നും ഓർമ്മിക്കുക, നമ്മൾ ജഗദീശ്വരന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്. We are the tool in the hands of the omnipotent, omnipresent divine power. In Bhagavad Gita it is told, Nimitta matram bhava savyasajim. ജഗദീശ്വരന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ് അർജുന, അത് നീ എന്നും ചിന്തിക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കുക. റിമെയിൻ പ്യുവർ ഓൾവേസ്, എന്നും പരിശുദ്ധനായിട്ട് നിലനിൽക്കുക. പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ് ഈസ് എസെൻഷ്യൽ. മനസ്സിന്റെ ശുദ്ധി എന്നും നിലനിർത്തുക. പ്ലീസ് ടേക്ക് കെയർ നോട്ട് ടു ബിക്കം ഇംപ്യൂർ ഈവൻ ഇൻ തോട്ട്. ചിന്തകളിൽ പോലും മനസ്സിലും ശരീരത്തിലും അശുദ്ധി ഉണ്ടാകാതിരിക്കട്ടെ. കീപ് ക്ലീൻ ആൻഡ് പ്യുവർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. നെവർ ബിക്കം ഡേർട്ടി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ആസ് ഇൻ സ്പീച്ച് ആൻഡ് ആക്ഷൻ, വാക്കുകളിലും കർമ്മത്തിലും ശുദ്ധി ഉണ്ടാവട്ടെ. പ്യൂരിറ്റി ഇൻ വേർഡ്സ് ആൻഡ് ഓൾസോ പ്യൂരിറ്റി ഇൻ ആക്ഷൻ. Always try to do good to others as far as in you lies. ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എത്ര കാലം ജീവിക്കുന്നു, how long you live, we do not know. As long as you live, do good to others. I believe that the Satya Yuga will come when there will be no caste. Or no caste and caste based thoughts. ജാതി ഇല്ലാതെയാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് സത്യയുഗം വരുന്നത്. വൺ വേദ ആൻഡ് പീസ് ആൻഡ് ഹാർമണി. ഒരു വേദം, അതുപോലെ സമാധാനം, ശാന്തി, സഹവർത്തിത്വം. വൺ വേദ ആൻഡ് പീസ് ആൻഡ് harmony and one caste.
as human caste, one knowledge and one peaceful message and oneness in harmony. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു സത്യം, ഒരു സമാധാന പന്ഥാവ്, ഒരു വഴിയിലൂടെയുള്ള ഐക്യം. This idea of Satyayuga is what would revive India. Believe it. ഇപ്രകാരം സർവ്വതും മറന്ന് ഒന്നായി തീരുന്നതാണ് സത്യയുഗം എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. Every action that helps a being manifest its divine nature more and more is good. Every action that retards it is evil. ഏതൊരു കർമ്മമാണോ, ഏതൊരു ചിന്തയാണോ, ഏതൊരു വീക്ഷണമാണോ എല്ലാത്തിലുമുള്ള ഈശ്വരീയ ചൈതന്യത്തെ പ്രദർശിപ്പിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് പറയുന്നത്. ഏതൊന്നാണോ ഒരു മനുഷ്യനിലുള്ള ആസുരീകതയെ, രാക്ഷസീയതയെ പ്രദർശിപ്പിക്കുന്നത്, അതാണ് ഈവിൾ എന്ന് പറയുന്നത്. റീഡ് ദി ഗീത എവറി ഡേ ടു ദി ബെസ്റ്റ് ഓഫ് യുവർ ഓപ്പർച്യൂണിറ്റി. നിരന്തരം ഭഗവത്ഗീത വായിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ, whenever you are getting time, read ഭഗവത്ഗീത. ഓരോ നിമിഷവും ഭഗവത്ഗീതയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തുക. India wants the sacrifice of at least 1,000 of her young men, mind you, and not brutes. ഏറ്റവും കുറഞ്ഞത് 1000 ചൈതന്യവത്തായ യുവാക്കളെ ഭാരതത്തിന് ഇന്ന് ആവശ്യമുണ്ട്. 1000 ചൈതന്യവത്തായ യുവാക്കളെ ഭാരതത്തിന് ഇന്ന് ആവശ്യമുണ്ട്. ഓർമ്മിക്കുക, മനുഷ്യരെയാണ്, ചങ്കൂറ്റവും ചങ്കുറപ്പുമുള്ള ധീരരായ മനുഷ്യരെയാണ് വേണ്ടത്, ചതിയന്മാരെയും വഞ്ചകരെയും അല്ല വേണ്ടത്. കാം ആൻഡ് സൈലന്റ് ആൻഡ് സ്റ്റഡി വർക്ക് ആൻഡ് നോ ന്യൂസ് പേപ്പർ ഹംബഗ്, നോ നെയിം മേക്കിംഗ്, യു മസ്റ്റ് ഓൾവേസ് റിമെമ്പർ. ശാന്തമായിട്ട് പ്രവർത്തിക്കണം, അതുപോലെ തന്നെ മൗനമായിട്ട് പ്രവർത്തിക്കണം, നിരന്തരം പ്രവർത്തിക്കണം. ബി ആക്റ്റീവ്, കാംലി ആക്റ്റീവ്, സൈലന്റ്ലി അണ്ടർടേക്ക് യുവർ വർക്ക്, സ്റ്റഡിലി യു ഡു യുവർ വർക്ക്. നോ ന്യൂസ് പേപ്പർ ഹംബഗ്, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കരുത്, പരസ്യത്തിനും പേരിനും പ്രസിദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കരുത്. നോ നെയിം മേക്കിംഗ്, പേരിനും പ്രസിദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കരുത്. യു മസ്റ്റ് ഓൾവേസ് റിമെമ്പർ, അതെന്നും ഓർമ്മിക്കണം. നോ ഗ്രേറ്റ് തിങ്സ് വർ എവർ ഡൺ വിത്തൗട്ട് ഗ്രേറ്റ് ലേബർ. അതികഠിനമായിട്ടുള്ള പ്രവൃത്തിയും കർമ്മവുമില്ലാതെ ഈ ലോകത്തിലെ ഒരു വലിയ കാര്യവും നേടിയിട്ടില്ല, നേടാൻ സാധിക്കുകയുമില്ല. നിരന്തരം പ്രവർത്തിക്കുക, കർമ്മനിരതരാവുക. അപ്പോൾ മാത്രമേ ജീവിതത്തിലെ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. The of words is tyranny and the reverse slavery. The slave and the tyrant are synonyms. അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഭരിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ മറ്റുള്ളവരുടെ കീഴിൽ അടിമയെ പോലെ ജീവിക്കുന്നതും രണ്ടും ഒരേപോലെ നിന്ദ്യമാണ്. ഒന്നിന്റെ തന്നെ 2 ദുഷ്ടരൂപങ്ങളാണ്. ഓർമ്മിക്കുക. This present state of things must be removed, not by destroying religion, but by following the great teachings of the Hindu faith and joining with it the wonderful sympathy of that logical development of Hinduism. ഓർമ്മിക്കുക, this present state of the things must be removed. ഇപ്പൊ നിലനിൽക്കുന്ന തിന്മകളെല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. All the bad things existing now should be removed, not by destroying religion. ഭാരതീയ ധർമ്മമായ ഹിന്ദു ധർമ്മത്തെ നശിപ്പിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്, but by following the great teachings of the Hindu faith. സനാതന ധർമ്മത്തിന്റെ വിശ്വാസങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ആൻഡ് ജോയിനിങ് വിത്ത് ഇറ്റ്. ഋഷിവര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങള് നിരന്തരം പാലിച്ചുകൊണ്ട് അതിനോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദ വണ്ടർഫുൾ
sympathy of that logical development of Hinduism. അങ്ങനെയാണ് ആചാര്യന്മാരുടെ പരമ്പരയിൽ ശ്രീബുദ്ധൻ ഉണ്ടായത്. അത്ഭുതകരമായ ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് ജനനം കൊണ്ട ബുദ്ധ സന്ദേശങ്ങൾ അതും ജീവിതത്തിൽ പകർത്തുക. ദ ഹോപ്പ് ലൈസ് ഇൻ യു. നിങ്ങളിലാണ് ഈ ഭാരതത്തിന് ഏറ്റവും അധികം വിശ്വാസം അർപ്പിക്കാനുള്ളത്. ഇൻ ദ വീക്ക് ദ ലോലി ബട്ട് ദ ഫെയ്ത്ത്ഫുൾ. പാവപ്പെട്ടവനെ സമുദ്ധരിക്കണം, അതുപോലെ തന്നെ തളരുന്നവനെ വളർത്തണം, അവനിൽ വിശ്വാസം ജനിപ്പിക്കണം. ഐ bequeath to you, young men, this sympathy, this struggle for the poor, the ignorant, the oppressed. പാവപ്പെട്ടവന്, അടിച്ച് താഴ്ത്തപ്പെട്ടവന്, നിരാശനായിരിക്കുന്നവന്, തളർന്നവന് നിങ്ങളുടെ ദയയും ചൈതന്യവത്തായ പ്രോത്സാഹനവും ആവശ്യമാണ്. അത് നിങ്ങളാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടേതായ ദൗത്യം നിരന്തരം നിർവഹിക്കുക. നിങ്ങൾ ശക്തനാണെങ്കിൽ അശക്തനെ ശക്തനാക്കുക. നിങ്ങൾ വളരുന്നവനാണെങ്കിൽ തളരുന്നവനെ വളരുന്നവനാക്കുക. നിങ്ങളിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആത്മവിശ്വാസമില്ലാത്തവനിൽ ആത്മവിശ്വാസമുണ്ടാക്കുക. ഇത് വിവേകാനന്ദന്റെ സന്ദേശം. പ്രണാമം. നമസ്കാരം.